ഹായ് ഫ്രണ്ട്സ്, സജി ദേവി ഫ്രം ലാവൻഡർ ചത്തല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷു സ്പെഷ്യൽ കളക്ഷൻസിൽ നല്ല അടിപൊളി ധാവണി സെറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് റെഡി ടു വെയർ ധാവണി സെറ്റാണ്. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തു റെഡി ടു വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കേർട്ടും നമ്മുടെ ആ ഒരു ദുപ്പട്ടയും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം, അതല്ലാതെ വെബ്സൈറ്റ് ത്രൂവോ വാട്സപ്പ് ത്രൂവോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ബ്ലൗസ് മെറൂൺ വരും. ഇപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്ലോസർ വരുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ സ്കേർട്ട് സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഗോൾഡൻ ബോർഡറും ആ ഒരു മെറൂൺ ബോർഡർ കൂടെ വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരും. അതിനിടയ്ക്കിടയ്ക്കായിട്ട് ബീഡ്സ് വർക്കും ഉണ്ട്. ഈ ഒരു ദുപ്പട്ടയാണെങ്കിലും ഫുള്ളും പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ രണ്ട് സൈഡിലും ഗോൾഡൻ ബോർഡറും മെറൂൺ ബോർഡറും വരും. അതിനോടൊപ്പം തന്നെ പ്യുവർ ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നിങ്ങൾ ഇനിയിപ്പോൾ അയൺ ചെയ്തോ പ്ലീറ്റ് എടുത്തോ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് 1 മീറ്ററാണ്. സ്കേർട്ട് ലെങ്ത് വരുന്നത് 42 ലെങ്ത് ആണ്. ദുപ്പട്ട വരുന്നത് 270 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1699 ആണ്. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. അതിൽ തന്നെ സ്ലബ് സിൽക്കാണ് വരുന്നത്. ഇത് 2 സ്ലീവിലും വരുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇഷ്ടമുള്ള പാറ്റേൺ ഒക്കെ തയ്പ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബീഡ്സ് വർക്കും വരുന്നുണ്ട്. പ്യുവർ ആയിട്ടുള്ള മിററും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് മിററാണ് കേട്ടോ, വലിയൊരു മിററാണ് കൊടുത്തിരിക്കുന്നത്. അത് 2 സ്ലീവിലും വരും. സ്കേർട്ട് ഇതേപോലെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഇതുപോലെ നല്ല ഫ്ലെയറിലാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ അതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ബോർഡറാണ് വരുന്നത്. മെറൂണും ഗോൾഡനും കോമ്പിനേഷനായിട്ട് ബോർഡർ വരും. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ബീഡ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നല്ല ലെങ്തും ഉണ്ട്. പിന്നെ ഇത് മീഡിയം ടു XXLകാർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദുപ്പട്ട കാണാം. സ്കേർട്ട് അതുപോലെയാണ് വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലാണ് ഈ ഒരു മിറർ വർക്കും ബീഡ്സ് വർക്കും കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വേറെ ചെയ്താൽ മാത്രം മതി. കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വരും. ഇതേപോലെ ഇത് ബാക്കിയുള്ള പോർഷനാണ്. നമ്മൾ ഇങ്ങനെ കുത്തുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെയാണ് ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ഇങ്ങനെ വരുന്നത്. ഇത് പല്ലു ഇങ്ങനെ വരും. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ബ്ലൗസ് പീസ് വരും. രണ്ട് സ്ലീവിലും വരുന്ന വർക്കാണിത്. ദുപ്പട്ട കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റെഡി ടു വെയർ ആണ്. സ്കേർട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്രീനും ഗോൾഡനും ബോർഡറാണ് വരുന്നത്. ഇതേപോലെ ഈ ഒരു ബോർഡറാണ് വരുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും കറക്റ്റ് പിക്ചർ നമ്മൾ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്തിട്ട് തന്നെ പർച്ചേസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. അതിലൊരു ആ ഒരു ഗോൾഡൻ വർക്ക് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് 2 സ്ലീവിലും വരും. ഇത് ബ്ലൗസ് പീസാണ്. ദുപ്പട്ട ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്കേർട്ട് ഇതേപോലെ വരും. ഇത് താഴെ വരുന്ന ആ ഒരു ബോർഡറാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ്. അതിൽ സ്ലീവിൽ വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്കേർട്ട് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് വിഷുവിന് മാത്രമല്ല എല്ലാ ട്രഡീഷണൽ സീസണിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ വല്ലേ, എൻഗേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. അത് സ്ലീവിൽ 2 സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്കേർട്ട് ഇതേപോലെ ഡാർക്ക് പർപ്പിളും ഗോൾഡനും കോമ്പിനേഷനാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്ക് വാടാമല്ലി ഷെയ്ഡാണ്. അതിൽ സ്ലീവിൽ വരുന്ന വർക്കാണ്. സ്ലബ് സിൽക്കാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ദുപ്പട്ട ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ മിറർ വർക്കും ബീഡ്സ് വർക്കും വരുന്നുണ്ട്. സ്കേർട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്കേർട്ടാണ്. വളരെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വരും. അതായത് ആ ഒരു ഗോൾഡൻ ബോർഡറും വരുന്നുണ്ട്. ആ ഒരു വാടാമല്ലി ഷെയ്ഡിലെ
ബോർഡറും രണ്ടും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ട് അതിൽ തന്നെ ഗോൾഡൻ ബീഡ്സ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഇതിൽ ടൈ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എൻ്റെ പ്രൈസ് വരുന്നത് 1699 നമ്മുടെ ഷോപ്പിൽ വന്നിട്ടോ നിങ്ങൾക്ക് സൈറ്റ് വഴിയോ വാട്സപ്പ് ത്രൂവോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. താങ്ക് യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീൻസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടു കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, Paytm, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി